37. 38. 39. Okay, roll number 40. 41. 42. 42. 43. 42. 42. 44. 44. Okay, 43 absent are. Okay, 43 Nihari are present. 44. 45. 44. Okay, 45. 44. Then 45. 45. 46. Okay, 45. Next 46. Count by 0. 46. Okay, 48. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. 62. 63. 63. Roll numbers 3, 23, 40, and 54. Absent. Okay, 16. Teacher present. 3%. 23, 40, and 54. Okay. 43%. Okay, 43% ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. ഓക്കെ, so we already discussed about what is amplifier. Amplifier means if you are giving a low strength input to the amplifier, its output will be amplified high strength value. Okay, that is in terms of voltage, current, or power. Okay, and what is common emitter configuration? Common emitter configuration is one type of configuration of BJT. Okay, a transistor that is the emitter is common to both input and output. Okay, so here we can see the circuit diagram of a common emitter amplifier. Okay, so here first of all we have to study all the components in the circuit. Okay, here R1 is there, R2 is there. Okay, so R1 and R2, these two resistances are providing a voltage divider here. Okay, so നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്തായിരുന്നു? If you are giving a 10 volt supply, then if you are using two resistors which are connected in series, then it acts like a voltage divider circuit. അല്ലേ, നമ്മൾ 10 volt കൊടുക്കുകയാണെങ്കിൽ this 10 volt is split up into two voltages. അല്ലെങ്കിൽ ആ 10 volt is divided into two voltages depending upon the resistance value of both resistance. Okay, if R1 and R2 are same, അല്ലെങ്കിൽ R1 R2 സെയിം റെസിസ്റ്റൻസ് വാല്യൂസ് ആണെങ്കിൽ 10 വോൾട്ട് എന്ത് ചെയ്യും, 5 വോൾട്ട് 5 വോൾട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ വോൾട്ടേജ് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഈ റെസിസ്റ്റർ R1 ആൻഡ് R2 എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു VCC അപ്ലൈ ചെയ്യുന്നുണ്ട്. VCC, ഈ പ്ലസ് VCC കാണുന്നില്ലേ, ഇതെന്തിനാണ്? നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആണ് VCC. ഈ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം വോൾട്ടേജ് ഒരു മിനിമം കറണ്ട് വേണം, മിനിമം വോൾട്ടേജ് കറണ്ട് വേണം. അത് പ്രൊവൈഡ് ഈ VCC വാല്യൂ കൊടുക്കും. ഈ ഒരു 12 ഈ ട്രാൻസിസ്റ്റർ ചെയ്യാൻ ഈ കറണ്ട് അതിന് ബേസ് വാല്യൂ. ഓക്കെ, അപ്പൊ മിനിമം വാല്യൂ ഓഫ് ബേസ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വോൾട്ടേജ്
ഓക്കെ, നമ്മൾ 12 വോൾട്ട് വി സി സി കൊടുക്കുകയാണെങ്കിൽ ഈ R1 R2 എന്താണ്, സീരീസ് കണക്ട് ചെയ്ത റെസിസ്റ്റേഴ്സ് ആണ്. സോ അതിലേക്ക് resistance value, each voltage has a specific voltage, each resistance has a specific voltage drop. Okay, so 12 ആണെങ്കിൽ നമുക്കതൊരു 8:4 ആ ഒരു റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 6:6 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10:2. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ റിക്വയർമെന്റ് ആണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് R1 R2 ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് വാല്യൂവിലാണ്, ആ വാല്യൂ അനുസരിച്ചായിരിക്കും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുക. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന വി സി സി 12 വോൾട്ട് എന്ത് ചെയ്യും, ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിന് അക്രോസ് അത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഐ ബിയിലേക്ക് നമുക്ക് വേണ്ട മിനിമം വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, ഓരോ ട്രാൻസിസ്റ്ററിനും അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ബേസ് കറണ്ട് വേണം. ഒരു മിനിമം ബേസ് കറണ്ട് കൊടുത്താൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെ ഒരു മിനിമം ബേസ് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലസ് വി സി സിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടും. ഓക്കെ, സോ ഈ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ബിക്കോസ് നമുക്കൊരു ഒരു സെക്ഷൻ ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ദിസ് ടൈപ്പ് ഓഫ് ബയസിങ് ഈസ് കോൾഡ് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്. ഓക്കെ, ആക്ച്വലി സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നില്ല, 12 വോൾട്ട് ആണ് നമ്മൾ വി സി സി കൊടുക്കുന്നതെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഒരു മിനിമം ബേസ് കറണ്ട് ആൻഡ് ബേസ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ബയസിങ് ഈസ് കോൾഡ് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്. ഓക്കെ, അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. സോ ഈ റെസിസ്റ്റൻസ് R1 ആൻഡ് R2 എന്തിനാണ്, ഈ ഒരു ട്രാൻസിസ്റ്ററിന് ഒരു ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ട ബേസ് കറണ്ട് ഓർ ബേസ് വോൾട്ടേജ് സപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഈ റെസിസ്റ്റർ R1 R2 യൂസ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്ലസ് വി സി സി, അതിപ്പോ 12 വോൾട്ട് 10 വോൾട്ട് എത്രയെങ്കിലും ഒരു റേഞ്ച് ആകാം, ആ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാനാണ് R1 ആൻഡ് R2 റെസിസ്റ്റൻസസ് യൂസ് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് ക്ലിയർ ആയി. ദെൻ വേറൊരു റെസിസ്റ്റൻസ് ഉണ്ട് RL. RL ഒന്നുമില്ല, ഇറ്റ്സ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ RL അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റർ ആണ്, അതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, and here another resistor, that is RE, emitter resistance. Okay, emitter resistor എന്തിനാണ്, it is used to provide a thermal stability to the transistor. ഈ ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എമിറ്റർ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഈ ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് RE യൂസ് ചെയ്യുന്നത്. Okay, then here we can see another components like capacitors. Okay, here is one capacitor C1, and you just consider another capacitor in the output side, that is C2, and this capacitor is taken as CE. Okay, then CE nedutha madi. Okay, so resistors your circuit la R1 R2 resistors and they are used for used as a voltage divider circuit. Then RL is the load resistor and RE is the emitter resistance, which is used for the thermal stability of the transistor. Okay, then another components like capacitors are there. Okay, and the capacitors C1 and C2 are called coupling capacitor. Okay, they are called a coupling capacitor. They are called a coupling capacitor. Okay, ഈ കപ്പാസിറ്റർ Z1 and Z2 എന്താണ് പറയുന്നത്, കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് പറഞ്ഞുതരാം. ഈ കപ്പാസിറ്റർ C1 and C2 ഹാസ് സെയിം ഫങ്ഷൻസ്. കപ്പാസിറ്റർ C1 and C2 സെയിം ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ കോൾഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റേഴ്സ് ദിസ് ഇസ് C1. ഓക്കെ, ദിസ് ഇസ് C2. ഞാൻ ഇതിന്റെ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് സൈഡിലുള്ള കപ്പാസിറ്റർ C1 ആൻഡ് ഔട്ട്പുട്ട് സൈഡിലുള്ള കപ്പാസിറ്റർ C2. ഓക്കെ, ആൻഡ് ഈ എമിറ്റർ ടെർമിനലിൽ വരുന്ന റെസിസ്റ്റർ ആണ് RE. അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ആണ് CE. ഓക്കെ, സോ C1 ആൻഡ് C2 ആണ്, C1 ആൻഡ് C2 ആണ്, ദേ ആർ കോൾഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ആൻഡ് എന്തിനാണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ ബൈപാസ് കപ്പാസിറ്റർ ആണ്. ഇവിടെ നമുക്ക് റെസിസ്റ്റർ RE കാണാം. RE ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് ഫ്ലോ റെസിസ്റ്റർ, ദെൻ ഒബ്വിയസ്ലി അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ CE യൂസ് ചെയ്യുന്നത്.
വിച്ച് ഇസ് കോൾഡ് ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്റർ എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ആർ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ ആ വോൾട്ടേജ് ഡ്രോപ്പിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയുള്ള കറണ്ട് ഇതിൽ കൂടെ ബൈപ്പാസ് ചെയ്ത് പോകും. കപ്പാസിറ്റർ അവിടെ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട്, അവിടെ പാരലായിട്ട് കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഈ ആറേക്ക് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകില്ല. ഓക്കെ, വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് മാത്രം മതി, നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. അതിന്റെ ഓരോന്നിന്റെയും പർപ്പസ് എന്താണെന്ന് മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, അതിനാണ് സിഇ യൂസ് ചെയ്യുന്നത്. ദെൻ C1 ആൻഡ് C2 അതിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൈനസോഡൽ സിഗ്നൽ കൊടുക്കുന്നു, വിച്ച് ഇസ് ഇൻ എ ലോ സ്ട്രെങ്ത്. ഓക്കെ, അതൊരു ചെറിയൊരു 2 മില്ലി വോൾട്ടോ അത്രയും റേഞ്ചിലുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി VCC ഒരു 12 വാട്ട് അപ്ലൈ ചെയ്തു. ദെൻ വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് ഹൈ സ്ട്രെങ്ത് വാല്യൂ. ഓക്കെ, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആണ് കിട്ടുക. ബട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എക്സാക്ട് സെയിം ഷേപ്പ് ആയിരിക്കില്ല. ഈ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്നത്, ആംപ്ലിഫയർ അല്ല, നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് നേരെ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഒരു സൈൻ വേവ് ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ബട്ട് വി വിൽ ഒബ്റ്റെയിൻ ആൻ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് അറ്റ് ദി ഔട്ട്പുട്ട് സൈഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ ആണ് കിട്ടുക. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ വി വിൽ ഗെറ്റ് ഫസ്റ്റ് നെഗറ്റീവ് ആൻഡ് ദെൻ പോസിറ്റീവ്. ഈ രീതിയിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കണം? ഇൻപുട്ട് കൊടുക്കുന്ന സെയിം സിഗ്നൽ, ഒറിജിനൽ സിഗ്നൽ ആയിരിക്കണം, ബട്ട് ആംപ്ലിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഇതിപ്പോ ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് അഗെയിൻ ഒറിജിനൽ സിഗ്നലിന്റെ അതേ ഡിസ്പ്ലേസ്മെന്റിൽ വരണം, ഒറിജിനൽ സിഗ്നലിന്റെ അതേ ഫേസിൽ വരണം. ഓക്കെ, വിച്ച് ഈസ് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരണം. അതിനിവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻസൈഡിൽ ഇൻപുട്ട് ആയിട്ട് ഇതുപോലുള്ള ഒരു AC ക്വാണ്ടിറ്റി കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ബട്ട് നമുക്ക് ഇത് ഇൻവേർട്ടഡ് അല്ല, റിയൽ ആയിട്ടുള്ള ഒറിജിനൽ സിഗ്നൽ വേണം. ഓക്കെ, ബട്ട് ആംപ്ലിഫൈഡ് ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? അതിനെ വീണ്ടും ഒന്ന് ഇൻവേർട്ട് ചെയ്ത് ഡയറക്റ്റ് ഒറിജിനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു പോസിബിലിറ്റി തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട്, ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എഗെയിൻ ഇതേപോലെ അനദർ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ ആ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇപ്പം ഞാൻ ഈ ഒരു ഔട്ട്പുട്ട് RLന്റെ അടുത്തുള്ള കപ്പാസിറ്റർ, നിഹാരിക ഒന്നുകൂടി ചോദിക്കാം, എന്താണെന്ന് ചോദിച്ചത്? RLന്റെ അടുത്തുള്ള CL, അത് CL അല്ല, അത് C2 ആണ്. ഈ കപ്പാസിറ്റർ അല്ലേ പറയുന്നേ? ഇത് അല്ല. ക്ലിയർ ആണോ ഹാരിക പറയുന്നത്?
വോയിസ് ക്ലിയർ അല്ലല്ലോ. Okay, this is C2. Okay, C2 ആണ്. Okay, so ആയിട്ടുണ്ടോന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ എന്താണ്, ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ ഇതുപോലെ ഇൻവേർട്ട് ചെയ്ത സിഗ്നലിനെ എഗെയിൻ നെക്സ്റ്റ് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാകില്ലേ? ഗൂഗിൾ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കുക, ഒരു ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ആംപ്ലിഫയറിൽ ഒറ്റ ഒരു ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും? ആംപ്ലിഫൈഡ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ കണക്ടിങ് ടു ട്രാൻസിസ്റ്റേഴ്സ് പാരലൽ, ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ T1ന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ T2ന്റെ ഇൻപുട്ട് കൊടുക്കുക. ദെൻ ആ T2ന്റെ ഔട്ട്പുട്ട് വിൽ ബി ആംപ്ലിഫൈഡ് ആൻഡ് ഒറിജിനൽ സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന അതേ സിഗ്നലിന്റെ ആംപ്ലിഫൈഡ് ഫോം ആയിരിക്കും. സോ മോസ്റ്റ്ലി വി ആർ യൂസിങ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഇൻ ദ സെൻസ് വി ആർ യൂസിങ് മോർ ദാൻ വൺ ട്രാൻസിസ്റ്റേഴ്സ് ദർ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ഒറിജിനൽ സിഗ്നൽ തന്നെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുക. മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സർക്യൂട്ട് ഇല്ലേ, ഇതേപോലെ ഒരു സർക്യൂട്ട് കൂടി ഇതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ടിൽ നേരെ ഇതിന്റെ ഔട്ട്പുട്ട് ഇസ് കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, ആൻഡ് നമുക്കിപ്പോ ആംപ്ലിഫൈ ചെയ്യേണ്ട ലെവൽ അനുസരിച്ച് ഹയർ വാല്യൂയിലേക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറെ ഡിഫറെന്റ് സ്റ്റേജസ് കണക്ട് ചെയ്യും. സോ നോർമലി നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഇതിൽ ഒറ്റൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടേ ഉള്ളൂ. ഓക്കെ, ബട്ട് നോർമലി പ്രാക്ടിക്കൽ കേസിൽ ഇതുപോലെ മോർ ദാൻ വൺ സ്റ്റേജസ് ഉണ്ടാവും. സിമിലർ സർക്യൂട്ട്സ് തന്നെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സിമിലർ ആയിട്ടുള്ള ഇതേപോലെ നെക്സ്റ്റ് കോമൺ എമിറ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് കൊടുത്ത് അതേ സിഗ്നൽ തന്നെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നോർമലി പ്രാക്ടിക്കലി നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ക്ലിയർ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അതിന്റെ ഔട്ട്പുട്ട് കറന്റ് IC നമുക്ക് എങ്ങനെ എഴുതാം? IC is equal to beta into IB. ഇങ്ങനെയല്ലേ എഴുതാം? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് IC is equal to what? Beta into IB, where IC is the output current and IB is the input current. Okay, so here beta is the gain. Okay, this is an important factor. Beta ആണ് the gain. So നമ്മൾ ഓരോ ആംപ്ലിഫയേഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ട്രാൻസിസ്റ്റേഴ്സും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു പെർട്ടിക്കുലർ ബീറ്റ വാല്യൂ ഉണ്ടാവും. അതിന്റെ മാനുഫാക്ചറിങ് ടൈമിൽ അതിനൊരു പെർട്ടിക്കുലർ ബീറ്റ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ടിൽ ഒരു മിനിമം ബേസ് കറന്റ് കൊടുത്താൽ ആ ബേസ് കറന്റ് IB ഇൻറ്റു ബീറ്റ മൾട്ടിപ്ലൈ ചെയ്ത കറന്റ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക, IC. ഓക്കെ, വിച്ച് ഇസ് എൻ ആംപ്ലിഫൈഡ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇൻപുട്ട് നമ്മൾ IB ഒരു മിനിമം ട്രിഗറിങ് കറന്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് കറന്റ് ഇൻറ്റു ബീറ്റ, ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ആണ്. ആ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ അതെന്തായിരിക്കും? ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബീറ്റ ഈസ് കോൺസ്റ്റന്റ് ഫോർ ഓൾ ട്രാൻസിസ്റ്റേഴ്സ്. മീൻസ് ഇപ്പൊ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ബീറ്റ ആണ് ഡിസൈൻ ചെയ്തതെങ്കിൽ ആ വാല്യൂ തന്നെയായിരിക്കും അതിന്റെ ബീറ്റ. അത് ഫിക്സഡ് ആയിരിക്കും. ബട്ട് നമ്മൾ ഇൻപുട്ട് എത്ര വാല്യൂസ് കൊടുക്കുന്നു അതിനനുസരിച്ച് ആ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. ഇവിടെ ഈ ഒരു സർക്യൂട്ട് നീറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഈച്ച് കോമ്പണൻസ് R1 ആൻഡ് R2 എന്താണ്? ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ദി വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. RL ലോഡ് റെസിസ്റ്റർ ആണ്. RE ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസിസ്റ്റർ. ആൻഡ് ദിസ് കപ്പാസിറ്റർ ഇത് C2 എന്നുള്ളത് അത് മാറ്റി CE എന്നാക്കുക. CE എന്ന് പറയുന്നത് CE യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? അതിന്റെ ആംപ്ലിഫൈഡ് ഫോം ആണ് കിട്ടുക. സോ നോർമലി നമ്മൾ മൾട്ടി സ്റ്റേജ് ആണ്. ഇതേ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ വീണ്ടും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഡബിൾ സ്റ്റേജ്
ടു സ്റ്റേജ് ആംപ്ലിഫയർ ആയി. അതേപോലെ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ 3 സ്റ്റേജ് 4 സ്റ്റേജ്. ഓക്കെ, നോർമലി മൾട്ടിപ്പിൾ സ്റ്റേജ് 2 in numbers ആണ് പോവുക. 2 സ്റ്റേജ് 4 സ്റ്റേജ് അങ്ങനെ പോകും. ഓക്കെ, എന്നാലും നമുക്ക് ഇൻവേർട്ടഡ് അല്ലാതെ ഒറിജിനൽ സിഗ്നൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇനി ഇതിൽ നമ്മൾ പറയാതെ വെച്ച 2 കോമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? C1 ആൻഡ് C2. ഈ C1 ആൻഡ് C2 എന്ന് പറയുന്നത് ദേ ആർ കോൾഡ് ആസ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് നോർമലി വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് VCC 12 വോൾട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിന്റെ ഇൻപുട്ട് എപ്പോഴും ഒരു ലോ വാല്യൂ ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മളൊരു ലോ വീക്ക് സ്ട്രെങ്ത് സിഗ്നൽ ആണ് ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ആംപ്ലിഫൈഡ് ഫോം ആയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്മോൾ സിഗ്നൽ ആണ്, 2 mV ആണെങ്കിൽ ഓക്കെ, അതിന് ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ടിൽ കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ there is a possibility of voltage flow or current flow from VCC to input. അല്ലെ, നോക്കിയേ, VCCയുടെ വാല്യൂ 12 വോൾട്ട് ആണ്, അത് ഹയർ ആണ് അല്ലെ? ബട്ട് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 23 mV ആണ്. ഓക്കെ, എപ്പോഴും വോൾട്ടേജ് എങ്ങനെ ഫ്ലോ ചെയ്യുക? ഫ്രം എപ്പോഴും വോൾട്ടേജ് എങ്ങനെ ഫ്ലോ ചെയ്യുക? ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ 2 mV ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ളത് VCC എത്രയാണ്? ഒരു 12 വോൾട്ട് ആണ്. അപ്പം ഹയർ എന്ന് ഈ ലോവറിലേക്ക് ഒരു ഫ്ലോക്കുള്ള ചാൻസ് ഉണ്ട്. സോ കറണ്ട് ഫ്ലോ ഫ്രം ദിസ് VCC ടു ദി ഇൻപുട്ട്, അത് അവിടെ ഒരു പോസിബിൾ ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് അതിന്റെ കമ്പാരിസൺ പഠിപ്പിച്ചു തരുന്ന സമയത്ത് അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റർ ബ്ലോക്സ് DC ആൻഡ് എലോസ് AC. ഈ ഒരു പോയിന്റ് ഓർമ്മയുണ്ടാവും. കപ്പാസിറ്റേഴ്സ് DC കറണ്ട് ഓർ DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യും, ബട്ട് ഇറ്റ് അലോസ് AC കറണ്ട് ഓർ AC വോൾട്ടേജ്. ആ ഒരു പോയിന്റ് ഓർമ്മയുണ്ടാവും. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റേഴ്സ് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഇൻഡക്ടർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇറ്റ് ബ്ലോക്സ് AC ആൻഡ് അലോസ് DC. കപ്പാസിറ്ററിന്റെ ഈ ഒരു പോയിന്റ് ഓർമ്മയുണ്ടോ? കപ്പാസിറ്റർ ബ്ലോക്സ് DC ആൻഡ് ഇറ്റ് അലോസ് AC. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കേണ്ടതാണ്. അത് DC വോൾട്ടേജ് ഓർ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് AC വോൾട്ടേജ് ഓർ കറണ്ട് മാത്രമേ അലോ ചെയ്യുള്ളൂ. ഇത് കപ്പാസിറ്ററിന്റെ ഒരു ഫീച്ചർ ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ പ്ലേസിംഗ് എ കപ്പാസിറ്റർ ഇൻ ദ ഇൻപുട്ട് സൈഡ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, ഇതിപ്പോ ഇൻപുട്ടിന് നേരെ ഡയറക്റ്റ് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്തില്ല എന്ന് വെച്ചോ, ഇഫ് ദർ ഈസ് നോ കപ്പാസിറ്റർ ദർ, then what will happen? If you are applying a VCC of 12 volt for the operating voltage of a transistor and giving an input signal of 2 millivolt. Okay, 2 millivolt ഈ 12 വോൾട്ടിനെക്കാളും വളരെ കുറവാണ്, ചെറിയ വാല്യൂ ആണ്. So there is a chance of current flow from this VCC to the input. VCC ന്ന് ഇൻപുട്ടിലേക്ക് ഒരു കറണ്ട് ഫ്ലോക്ക് ചാൻസ് ഉണ്ട്, which is an undesirable condition. Okay, അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കണ്ടീഷനാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ VCC പറയുന്നത് എന്താണ്? DC വാല്യൂ ആണ് അല്ലെ? ഒരു DC സപ്ലൈ ആണ് നമ്മൾ VCC ആയി കൊടുക്കുന്നത്. സോ ഈ DC-നെ എന്ത് ചെയ്യും? ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, ബട്ട് ഇറ്റ് അലോസ് AC ടു പാസ്. ഓക്കെ, ഈ 12 വോൾട്ട് അവിടെ ഹയർ ആണെങ്കിൽ കൂടി അവിടെ നിന്ന് വരുന്ന DC കറണ്ടിനെ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, ബട്ട് ഇൻപുട്ടിൽ നിന്ന് വരുന്ന AC കറണ്ടിനെ അത് പാസ് ചെയ്യും. സോ ഇൻപുട്ടിൽ നിന്ന് വരുന്ന സിഗ്നൽ നേരെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് പോകും, എന്നിട്ട് അവിടെ നിന്ന് അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇത് ക്ലിയർ ആണോ? അഭിരാം, ആകർഷ്,
അനുരാഗ്, നിഹാരി, ക്ലിയർ ആണോ? What about others? Need for a coupling capacitor and common emitter amplifier. Clear ആണോ? യെസ്. സോ നമ്മൾ എന്ത് ചെയ്യും? കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. ഡയറക്റ്റ് എന്ത് ചെയ്യും? ഇൻപുട്ട് നേരെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ത്രൂ ആണ് ആ ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതേപോലൊരു കപ്പാസിറ്റർ എന്താണ് ഈ സർക്യൂട്ടിന്റെ ഔട്ട് സൈഡിലും ഉണ്ട് അല്ലെ? ഔട്ട്പുട്ട് വി ഔട്ടിലേക്ക് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ C2. ഓക്കെ, അതെന്തിനാണ്? ഇതിപ്പം ഞാൻ പറഞ്ഞു, നോർമലി ആംപ്ലിഫയേഴ്സ് പ്രാക്ടിക്കൽ കേസിൽ സിംഗിൾ സ്റ്റേജ് ആയിട്ടല്ല യൂസ് ചെയ്യുക, മൾട്ടി സ്റ്റേജ് ആയിട്ടാണ് യൂസ് ചെയ്യുക. സോ ഇതേ സർക്യൂട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ കൂടി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റേജ് ഇപ്പൊ സ്റ്റേജ് 1 കൺസിഡർ ചെയ്യാം. സ്റ്റേജ് 1. ഓക്കെ, ഇത് സ്റ്റേജ് 1 ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ സിമിലർലി ഇവിടെ ഒരു സ്റ്റേജ് 2 ഉണ്ടാവും. സിമിലർ സർക്യൂട്ട് തന്നെ ഇവിടെ ഒരു സ്റ്റേജ് 2 ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു VCC ഉണ്ടാവുമല്ലോ, ആ സ്റ്റേജ് 2 ഒരു VCC ഉണ്ടാവും. അതൊരു 12 വോൾട്ട് ആയിരിക്കും. സോ ആ 12 വോൾട്ട് നേരെ ഇതിന്റെ ഇൻപുട്ടിലേക്ക് കയറരുത്. എന്താണ്? ഇപ്പൊ 2 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ആണ് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് കുറവാണ് എങ്കിൽ ആ 12 വോൾട്ട് DC ഇതിന്റെ ഇൻപുട്ടിലേക്ക്, സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെ അവോയ്ഡ് ചെയ്യാനാണ് ഔട്ട്പുട്ടിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ അത് ക്ലിയർ ആണോ? അപ്പൊ അവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ പ്ലേസ് ചെയ്ത സെക്കൻഡ് സ്റ്റേജിലെ VCC എന്നുള്ള DC കറണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. ബട്ട് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നുള്ള ആംപ്ലിഫൈ ചെയ്ത AC കറണ്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് അലോ ചെയ്യും. അതിനാണ് കപ്ലിംഗ് കപ്പാസിറ്റർ C2 ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ. പിന്നെ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, എന്നാലും നമ്മളിവിടെ ഒരു VCC കൊടുക്കും അല്ലെ? ഒരു VCC ഒരു 12 വോൾട്ട് കൺസിഡർ ചെയ്യാം, VCC കൊടുക്കും. നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് ഞാനൊരു 5 മില്ലി വോൾട്ട് കൊടുത്തു. എനിക്കിത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ദാറ്റ് ഈസ് 5 മില്ലി വോൾട്ട് ഈ VCCന്റെ വോൾട്ട് 12 വോൾട്ടുമായിട്ട് ആഡും സബ്സ്ട്രാക്റ്റും ചെയ്യും. ഓക്കെ, അത് ആഡും സബ്സ്ട്രാക്റ്റും ചെയ്ത് അതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നത്, ഒരു ആംപ്ലിഫൈഡ്. ഓക്കെ, സർക്യൂട്ട് വൺസ് അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ഒരു 5 മില്ലി വോൾട്ട് കൊടുക്കും, VCC ഒരു 12 വോൾട്ട് കൊടുക്കും. ദെൻ ആക്ച്വലി എന്താണ് ഇതിന്റെ കൂടുതൽ വർക്കിംഗ് നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു 5 മില്ലി വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഈ VCC 12 വോൾട്ട്, അപ്പൊ ആ രണ്ട് വാല്യൂം കൂടി ആഡും സബ്സ്ട്രാക്റ്റും ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഈ ആംപ്ലിഫയറിന്റെ വർക്കിംഗ്. സോ ഞാൻ ഒന്നും കൂടി ആ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. This is the circuit for a common emitter amplifier. Here we can see there are 4 resistors. Okay, 4 resistors ഉണ്ട്. ഈ resistor R1 and R2, ഈ 2 resistors എന്തിനാണ് യൂസ് ചെയ്യുന്നത്? They are used as a voltage divider circuit. Okay, എന്തിനാണ് അങ്ങനെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വേണ്ടത്? നമ്മൾ കൊടുക്കുന്ന VCC 12 വോൾട്ട് ആണ്. ഓക്കെ, ബട്ട് ഈ 12 വോൾട്ട് ആക്ച്വലി ഡയറക്ട്ലി നമ്മൾ ബേസിലേക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, നെറ്റ് കട്ടായി. എന്റേതാണോ? എന്റേത് ഓഡിബിൾ അല്ലേ? സ്ക്രീന് വിസിബിൾ ആവുന്നില്ലേ? എന്റെ സ്ക്രീന് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, സോ ഇതാണ് എന്ത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇതൊരു സ്റ്റേജ് 1 മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഫിഗറിൽ മാത്രമേ ലൈറ്റ് കണ്ടിട്ടുണ്ട് ആയിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇതിപ്പോ ഒരു സിംഗിൾ സ്റ്റേജ് ഡയഗ്രാം ആണ്. ഇതിൽ ഇതേപോലെ ഒരു സർക്യൂട്ടറി ഉണ്ടാവും, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും, 4 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും,
3 കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ C2 ആൻഡ് ഈ കപ്പാസിറ്റർ നിങ്ങൾ CE എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് സർക്യൂട്ട് ഉണ്ടാവുക. ഇതേപോലത്തെ സിമിലർ സർക്യൂട്ട് ഇതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ റെസിസ്റ്റർ R1 R2 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനാണ്? നമ്മൾ കൊടുക്കുന്ന VCC 12 വോൾട്ട് ആണ്. ഈ 12 വോൾട്ട് ഡയറക്റ്റ്ലി നമുക്ക് ബേസിലേക്ക് കൊടുക്കണ്ട. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൊടുത്തിരിക്കുന്ന VCCനെ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വെച്ചിട്ട് ആ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിന് വേണ്ട മിനിമം ബേസ് കറണ്ട് IBയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, R1 ആൻഡ് R2 നമ്മൾ ആ സർക്യൂട്ടിന് വേണ്ട രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ വാല്യൂക്ക് അനുസരിച്ച് ഇതിന്റെ അക്രോസ് എത്രയെങ്കിലും ഒരു വോൾട്ട്, ഇപ്പൊ 12 വോൾട്ടാ കൊടുക്കുന്നെങ്കിൽ ഇതിപ്പോ 8 വോൾട്ട് ആൻഡ് 4 വോൾട്ട് രണ്ടും കൂടി കൂട്ടി 12 വോൾട്ട് കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ റെസിസ്റ്റൻസ് വാല്യൂസിന്റെ വാല്യൂ അനുസരിച്ച് ഇതിന് അക്രോസ് ഈ 12 വോൾട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഈ നോർമലി ഈ ട്രാൻസിസ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത് ബൈ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് വെച്ചിട്ടാണ്. ബിക്കോസ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ് ഇതിന് സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേറൊരു റെസിസ്റ്റർ കാണാൻ പറ്റും, RL. RL ഈസ് എ ലോഡ് റെസിസ്റ്റർ. ഈ RLന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ റെസിസ്റ്റർ ദാറ്റ് ഈസ് RE വിച്ച് ഈസ് കോൾഡ് എമിറ്റർ റെസിസ്റ്റർ. ഈ എമിറ്റർ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന്റെ തെർമൽ സ്റ്റെബിലിറ്റി എമിറ്റർ റെസിസ്റ്റർ പ്രൊവൈഡ്സ് തെർമൽ സ്റ്റെബിലിറ്റി ടു ദ ട്രാൻസിസ്റ്റർ. അതിനാണ് ഈ എമിറ്റർ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ വി ക്യാൻ സീ അനദർ കോമ്പണന്റ് ദാറ്റ് ഈസ് കപ്പാസിറ്റർ CE വിച്ച് ഈസ് കോൾഡ് ബൈപാസ് കപ്പാസിറ്റർ. ഓക്കെ, ഇതെന്താണ്? ബൈപാസ് കപ്പാസിറ്റർ ആണ്. ഈ ബൈപാസ് കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഈ ബൈപാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഈ റെസിസ്റ്ററിന് അക്രോസ് if current flows through this resistor RE, then there is a chance of voltage drop across RE. Okay, ഈ REയിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചാൻസ് ഉണ്ടെങ്കിൽ ആ REക്ക് അക്രോസ് എന്താണ്? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ആ വോൾട്ടേജ് ഡ്രോപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കറണ്ട് എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ വഴി ബൈപ്പാസ് ചെയ്യും. സോ അതിനാണ് ഈ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതാണ് CEയുടെ സിഗ്നിഫിക്കൻസ്. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടേംസ് ഉണ്ട്, C1 ആൻഡ് C2. ദേ ആർ കോൾഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന VCC 12 വോൾട്ട് ആണ്. ഓക്കെ, അതൊരു DC ക്വാണ്ടിറ്റി ആണ്, DC വാല്യൂ ആണ്. നമ്മൾ DC സപ്ലൈ ആണ് ട്രാൻസിസ്റ്ററിന്റെ സപ്ലൈ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ ഇൻപുട്ട് ആയിട്ട് എപ്പോഴും ഒരു നോർമൽ വെരി ലോ സ്ട്രെങ്ത് വാല്യൂ ആയിരിക്കും കൊടുക്കുക, അല്ലെ? ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എപ്പോഴും ഒരു വീക്ക് സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ആയിരിക്കും. സോ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് 5 മില്ലി വോൾട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താണ്? എപ്പോഴും വോൾട്ടേജും കറണ്ടും ഒക്കെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊടുക്കുന്ന 12 വോൾട്ട് നേരെ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, 12 വോൾട്ട് ഇവിടെ VCCയിലും 5 മില്ലി വോൾട്ട് ആണ് ഇൻപുട്ട് എങ്കിൽ എന്താണ്? 5 millivolt is less than 12 volt. Okay, so there is a current flow. There is a chances of current flow from VCC to the input. Okay, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ബട്ട് അതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ടിൽ ഇതുപോലൊരു കപ്ലിംഗ് കപ്പാസിറ്റർ വെച്ചാൽ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നോർമലി കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യും? ഇറ്റ് ബ്ലോക്സ് DC ആൻഡ് എലോസ് AC. ഓക്കെ, കപ്പാസിറ്റർ DCനെ ബ്ലോക്ക് ചെയ്യും. സോ ഇതിൽ കൂടെ ഒരു DC കറണ്ട് വന്നാലും അതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ് അലോസ് AC കറണ്ട് ഫ്ലോ. ബട്ട് എന്ത് ചെയ്യും? ഇൻപുട്ട് ഉള്ള AC കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ വിടും. അതിനാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിമിലർലി ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ. അതെന്തിനാണ്? സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഒരു DC കറണ്ട് ഫ്ലോ ചെയ്ത് വരാതിരിക്കാൻ. ഓക്കെ, ബിക്കോസ് ഇതേപോലൊരു സർക്യൂട്ട് സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാവും. അവിടെ ഇതുപോലൊരു VCC ഉണ്ടാവും, അല്ലെ? 12 വോൾട്ട് ഉണ്ടാവും. സോ അവിടെയുള്ള DC കറണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എൻറ്റർ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് അലോ ദ DC ടു എൻറ്റർ ഇൻ ടു ദി ഫസ്റ്റ് സ്റ്റേജ്, ബട്ട് ഇറ്റ് അലോസ് ദ ആംപ്ലിഫൈഡ് AC ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ടു ദി സെക്കൻഡ് സ്റ്റേജ്. ACനെ അത് അലോ ചെയ്യും, DCനെ ബ്ലോക്ക് ചെയ്യും. കോമൺ എമിറ്റർ സർക്യൂട്ട്. Okay, think of the components R1, R2, RL, RE. ഈ 4 റെസിസ്റ്റൻസ്, then C1, C ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുള്ള കപ്ലിംഗ് കപ്പാസിറ്റർ, then REക്ക് പാരലൽ ആയിട്ട് വരുന്ന ബൈപാസ് കപ്പാസിറ്റർ CE. ഇതൊക്കെ മാർക്ക് ചെയ്യാം.
ബി ഇന്ന് കാണിക്കാം, ബി ഔട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ നോർമലി ഒരു സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ ഇൻപുട്ട് വരുന്നത് ഇതേപോലുള്ള സിഗ്നൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കും. അപ്പൊ അവിടെ എഗെയിൻ ഒരു ട്രാൻസിസ്റ്റർ വരും. അപ്പൊ ആ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് ഇതുപോലെ ഇൻവേർട്ട് ചെയ്തൊരു സിഗ്നൽ കൊടുത്താൽ അത് എഗെയിൻ ഇൻവേർട്ട് ചെയ്ത് നമ്മുടെ ഒറിജിനൽ സിഗ്നലിന്റെ ഷേപ്പിലേക്ക് വരും വിത്ത് ഹയർ സ്ട്രെങ്ത്. ഓക്കെ, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. അതിനാണ് നമ്മൾ മൾട്ടി സ്റ്റേജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ അല്ലേ? അനുരാഗിന് ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ അനുരാഗ്, ഓഡിബിൾ അല്ലേ? യെസ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് നീറ്റ് ആയിട്ട് പഠിക്കുക. അതിൽ ഓരോ കോമ്പണൻസും മാർക്ക് ചെയ്യുക. ഓരോ കോമ്പണൻസിന്റെയും ഫീച്ചേഴ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടു. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ വർക്കിംഗ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നീറ്റ് ആയിട്ട് നോക്കുക. ഇതാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, സോ ദിസ് ഇസ് സിമിലർ സർക്യൂട്ട് ആണ്. ഞാൻ ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ സർക്യൂട്ട് പോയിന്റുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അതിനോട് തന്നെ അനുബന്ധിച്ച് വരുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. ഓക്കെ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് അതുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ്, നമ്മളിപ്പോൾ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട് തന്നെ ഒന്നുകൂടി പഠിക്കണം. ദെൻ ഫൈനലി ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. അത്ര കൂടി ആകുമ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ പോയിന്റുകൾ ഓക്കെ, ജസ്റ്റ് ഈ പോയിന്റ്സുകളൊന്ന് വേഗം നോക്കാം. നമ്മൾ പറഞ്ഞതാണ്, അതായത് കപ്ലിംഗ് കപ്പാസിറ്റർ ബ്ലോക്സ് ഡി സി ആൻഡ് ദസ് പ്രിവെന്റ്സ് ആർ എസ് ആൻഡ് ആർ എൽ ഫ്രം ചേഞ്ചിങ് ദ ഡി സി ബയസ് വോൾട്ടേജ് അറ്റ് ദ ബേസ് ആൻഡ് കളക്ടർ. ഓക്കെ, എന്തിനാണ് ഡി സിനെ ബ്ലോക്ക് ചെയ്ത് എ സിനെ മാത്രം അലോ ചെയ്യാനാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫോർ ദ ആംപ്ലിഫയർ ഷോൺ നോട്ടീസ് ദാറ്റ് ദ വോൾട്ടേജ് വേവ് ഫോം ഈസ് ഇൻവേർട്ടഡ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വി പി ആൻഡ് ഔട്ട്പുട്ട് വി സി ഇ. ഓക്കെ, നോക്കൂ, ഇൻവേർട്ടഡ് ആണ്. ഇൻപുട്ട് കൊടുക്കുന്നത് ഇതേപോലത്തെ സിഗ്നൽ ആണ്, ബട്ട് ഔട്ട്പുട്ട് എന്താണ്? ഇതുപോലെ ഇൻവേർട്ട് ചെയ്ത സിഗ്നൽ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ട്രാൻസിസ്റ്റർ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതേക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. ആൻഡ് സർക്യൂട്ട് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ബയസിംഗ് സർക്യൂട്ട് ഉണ്ട്, ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്, R1 R2 റെസിസ്റ്റേഴ്സ്. ഓക്കെ, the resistance R1 R2 and RE used to form the voltage biasing and stabilization circuit. The biasing circuit need to establish a proper operating Q point, otherwise a part of the negative half cycle of the signal may be cut off in the output. Okay, ആ പോയിന്റ്സ് ഒന്നും വേണ്ട. RE എന്തിനാണ്? നമ്മൾ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ സ്റ്റെബിലിറ്റി, തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RE യൂസ് ചെയ്യുന്നത്. Okay, and input capacitor C1. The capacitor C1 is used to couple the signal to the base terminal of the BJT. If it is not there, the signal source resistor RS will come across R2 and hence it will change the bias. Okay, നിങ്ങൾക്ക് ഇന്ന് 12:30 വരെ അല്ലേ ഉള്ളൂ? ഫ്രൈഡേ അല്ലേ? ഇത് നിങ്ങളുടെ 5th അവർ അല്ലേ? Okay. So C1 allows only AC signal to flow but isolates the signal source from R2. R2 എന്ന് വരുന്നത് മീൻസ് എന്താണ്? C1 ഓൺലി എ സിനെ മാത്രം അലോ ചെയ്യും, ബട്ട് ഡി സിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ദെൻ എമിറ്റർ ഓർ bypass capacitor ഉണ്ട്. An emitter bypass capacitor is used to parallel with the RE to provide a low reactance path to the amplified AC signal. Okay, if it is not used, then the amplified AC signal following through a RE will cause a voltage drop across it, thereby dropping the output voltage. Okay, പറഞ്ഞതാണ് എന്താണ് ഈ across ഒരു വോൾട്ടേജ് ഉണ്ടാകും. ഓക്കെ, ആ വോൾട്ടേജ് ഡ്രോപ്പ് ഇപ്പൊ നമ്മൾ ഔട്ട്പുട്ടിൽ എന്താ ചെയ്യണം? വോൾട്ടേജിന്റെ സ്ട്രെങ്ത് കൂടി വരണം അല്ലെ? ഈ ആറിക്ക് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിലെ വോൾട്ടേജിന്റെ സ്ട്രെങ്ത് കുറയും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കപ്ലിംഗ് ബൈപാസ് കപ്പാസിറ്റർ CE യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആറിക്ക് അക്രോസ് പാരലൽ ആയിട്ടൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ C2. ഓക്കെ, ദ കപ്ലിംഗ് കപ്പാസിറ്റർ C2 couples one the second stage coupling. This technique is DC bias setting of two coupled circuits. എന്തിനാണ്? സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് DCന്റെ ഫ്ലോനെ പ്രിവെന്റ് ചെയ്യും. AC from first stage to second stage.
ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് കോമൺ ഇമേജ് ആംപ്ലിഫയർ സർക്യൂട്ട് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ഞാൻ ഇന്ന് ഷെയർ ചെയ്തുതരാം. നിങ്ങൾ വരെയുള്ള ടോപ്പിക്സ് നോക്കുക. ഓക്കെ, ഈ 5th മൊഡ്യൂളിൽ ഇത്ര വരെയുള്ള ടോപ്പിക്സ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നെക്സ്റ്റ് ക്ലാസ് മൺഡേത്തെ ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിന് നെക്സ്റ്റ് ടേംസ് ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് വോൾട്ടേജ് ഡിവൈഡർ ബൈസിംഗ് ആണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.